അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. അതിർത്തിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്ന ഇന്ത്യൻ സൈനികർക്ക് നേരെ പാക് സൈന്യം വിവേചനരഹിതമായി വെടിയുതിർത്തു. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കേരൻ സെക്ടറിലാണ് സംഭവം. അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്ന 6 നാഷണൽ റൈഫിൾസിലെ ഇന്ത്യൻ സൈനികർ ഇവർക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ഭീകരർക്ക് ഇന്ത്യയിൽ നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കാനാണ് പാകിസ്ഥാനി കവർ ഫയറിംഗ് നടത്തിയത്. അതായത് ഇവർ ഇത്തരത്തിൽ ഫയർ ചെയ്യുമ്പോൾ സൈന്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും ആ സമയത്ത് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാൽ പൂർണ്ണ സജ്ജരായിരുന്ന ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതോടെ പാകിസ്ഥാന്റെയും ഭീകരരുടെയും നീക്കം പരാജയപ്പെട്ടു. വെടിവെപ്പിന് പിന്നാലെ പ്രദേശം വളഞ്ഞ സൈന്യം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സംഘർഷത്തിനൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ കിസ്ത്വാർ വനമേഖലയിലും സൈനിക നീക്കം ശക്തമാണ്. ജയ്ഷെ കമാൻഡർ സൈഫുള്ള, കൂട്ടാളി ആദിൽ എന്നിവരടക്കം വനത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം. കഴിഞ്ഞ 2 വർഷമായി ഒളിവിലുള്ള ഇവരുടെ താവളങ്ങളിൽ ഒന്ന് 2 ദിവസം മുൻപ് സൈന്യം തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിർത്തിയിലെ പുതിയ പ്രകോപനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം അടുത്തു നിൽക്കെ രാജ്യത്ത് സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. ദില്ലിയിലും അയോധ്യ രാമക്ഷേത്രം, ജമ്മുവിലെ രഘുനാഥ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ആരാധനാലയങ്ങൾ ഭീകരാക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് വരുന്നത്. പഞ്ചാബിലെ ഗുണ്ട സംഘങ്ങളുടെ സഹായത്തോടെ ആക്രമണം നടത്താനാണ് ജയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പുതിയ നീക്കം എന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഭീതി പരത്താനുള്ള പാകിസ്ഥാന്റെയും ഭീകര സംഘടനകളുടെയും ഏത് നീക്കത്തെയും നേരിടാൻ അതിർത്തിയിലും നഗരങ്ങളിലും ഇന്ത്യൻ സുരക്ഷാ സേന കണ്ണിലെണ്ണയൊഴിച്ച് കാവലുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.